ഹലോ എവരിവൺ, വെൽക്കം ടു യുവർ ന്യൂ വീഡിയോ. സോ ഞാൻ ഇന്ന് നമ്മുടെ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ പാർട്ട് 42 വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 50/2022 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇലക്ട്രീഷ്യൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അല്ലേ? യെസ്, കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ ഒരു ഇലക്ട്രീഷ്യൻ പരീക്ഷയായിരുന്നു. അതിൽ 70 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ബാക്കിയുള്ള 30 ചോദ്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്ത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ നിങ്ങൾക്ക് എന്തായാലും സന്തോഷമായിട്ടുണ്ടാകും, കാരണം നിങ്ങൾ എപ്പോഴും പറയാവുന്ന കാര്യമാണ് സാർ കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തൂ അല്ലേ? അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ 30 ചോദ്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ നിങ്ങൾ സജസ്റ്റ് ചെയ്യാറ് വീഡിയോയുടെ ലെങ്ത്ത് 20 മിനിറ്റ് മതി, വലിയ ലെങ്ത്തുള്ള വീഡിയോസ് കാണാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ നിങ്ങൾ ഒരു പോളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പോകുന്ന ദിവസങ്ങളിൽ നിങ്ങൾ തന്നെ പറയാറുണ്ടായിരുന്നു സാർ വീഡിയോ ലെങ്ത്ത് കൂട്ടണമെന്ന്. വളരെ നല്ലൊരു കാര്യമാണ്. നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനുള്ള താല്പര്യം ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അതങ്ങനെ തന്നെയാണ് കേട്ടോ, എപ്പോഴും അങ്ങനെ തന്നെയാണ്. ആദ്യമൊക്കെ നിങ്ങൾക്ക് ചിലപ്പം ചെറിയ ചെറിയ വീഡിയോസ് കാണാനായിരിക്കും താല്പര്യം, വലിയ വീഡിയോസ് കാണുന്ന സമയത്ത് മടുപ്പുണ്ടാവും. പക്ഷേ നിങ്ങൾ ആ ഒരു ട്രാക്കിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക സാർ വലിയ ലെങ്ത്തുള്ള വീഡിയോസ് വേണം, അല്ലെങ്കിൽ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് വേണം എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് നോർമലാണ്, അത് നല്ലൊരു സൈനാണ്. വളരെ നല്ല കാര്യം, നന്നായിട്ട് പഠിക്കുക. കുറേ പേര് വളരെ ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ വളരെ സന്തോഷം. സോ തുടങ്ങിയാലോ? അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ സീരീസ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിലവിൽ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ ഒരു വീഡിയോ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രീഷ്യൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം, വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ നിലവിൽ പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണെങ്കിൽ കൂടി ഒന്ന് കണ്ടു നോക്കുക. അതിൽ കുറേ അധികം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. ദെൻ വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് വീഡിയോ 8000 വ്യൂസ് ക്രോസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ട്രേഡ്സ്മാൻ്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുള്ള വീഡിയോ ഇത് തന്നെയായിരിക്കും. യൂട്യൂബിൽ തന്നെ ഈ പറയുന്ന പരീക്ഷ, ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ വരാൻ വേണ്ടി പോകുന്ന പരീക്ഷയുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വ്യൂ ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ കൂടുതൽ റെസ്പോൺസ് വന്നിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും. വളരെയധികം സന്തോഷം, നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടിനും നന്ദി. സോ തുടങ്ങിയാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 71ാമത്തെ ചോദ്യം. ദി യൂഷ്വൽ സ്പാൻ വിത്ത് RCC പോൾ ആർ. ഓക്കെ, RCC പോളിൻ്റെ സ്പാൻ, യൂഷ്വൽ സ്പാൻ എത്രയാണെന്നാണ് ചോദ്യം. നിങ്ങൾക്ക് കണ്ട് മടുത്ത ഒരു ചോദ്യമായിരിക്കും. മുമ്പ് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ആൻസർ എന്താണ്? 80 to 100 മീറ്റർ ആണല്ലേ? യെസ്. 30 to 50 ഒക്കെ നമ്മൾ കണ്ട സാധനം തന്നെയാണ്. പക്ഷേ അത് RCC ആണോ? അല്ല, വുഡൻ പോളാണ്. ഓർമ്മയുണ്ടോ? യെസ്, 40 to 50 എന്നാണ് വുഡൻ പോളിൻ്റെ ആൻസർ. 30 to 50 എന്നൊക്കെ ഉണ്ടാവാറുണ്ട്. സോ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നത് കേട്ടോ. RCC പോളും ചോദിക്കാറുണ്ട്, വുഡൻ പോളും റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന സാധനമാണ്. അപ്പോൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ദെൻ വേറെ കാര്യം, ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ഡിസ്ട്രിബ്യൂഷൻ ലൈന്, സ്ട്രീറ്റ് ലൈറ്റും രണ്ടും കൂടി സെയിം സപ്പോർട്ടിലാണെങ്കിൽ സ്പാൻ ഷുഡ് നോട്ട് എക്സീഡ് ഡാഷ് മീറ്റേഴ്സ്, അങ്ങനെയൊക്കെ ചോദ്യം വരാറുണ്ട്. 45 മീറ്റേഴ്സ്. ഇതൊക്കെ നിങ്ങളുടെ നിമി ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള അതേ സാധനം തന്നെയാണ്, ഞാൻ ഉണ്ടാക്കിയൊന്നുമല്ല. ഓക്കെ, സോ നിർബന്ധമായിട്ട് പഠിക്കുക. എല്ലാ വാല്യൂസും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതൊക്കെ ചോദിക്കാറുണ്ട്, റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഓക്കെ അല്ലേ? സോ ആൻസർ എന്താ ഇവിടെ വരിക? 80 to 100 മീറ്റേഴ്സ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈൻ യൂസ്. സസ്പെൻഷൻ, പിൻ ഇൻസുലേറ്റർ, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദി എബോവ്. എന്താ ആൻസർ വരിക? സസ്പെൻഷൻ ഇൻസുലേറ്റർ ആണെന്ന് നിങ്ങൾക്ക് എന്തായാലും അറിയാമല്ലേ, അത് ഉറപ്പാണ്. ഇനി പിൻ ഇൻസുലേറ്റർ ഉണ്ടോ? ഇല്ല. പിൻ ഇൻസുലേറ്റേഴ്സ് എന്താ, നമ്മളെ പോൾസിൽ എന്താണ് പറയുക, ഡയറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ലൈനായിട്ട് കണ്ടക്ടേഴ്സ് വലിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ 33 kV വരെ അല്ലേ, അപ് ടു 33 kV ആണ് നമ്മൾ പിൻ ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്യുക. അതായത് ലോ വോൾട്ടേജിലും മീഡിയം വോൾട്ടേജിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ പിൻ ഇൻസുലേറ്റർ യൂസ് ചെയ്യാം അല്ലേ? നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള സാധനം തന്നെയാണ്. സോ ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈനിൽ നമുക്ക് പിൻ ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. സോ ആൻസർ എന്താ വരിക? സസ്പെൻഷൻ ടൈപ്പ് ഓഫ് ഇൻസുലേറ്റർ ആണ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഇൻസുലേറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു ചോദ്യം ചിലപ്പം ഡെഡ് എൻഡിൽ യൂസ് ചെയ്യുന്നതാണ്, താഴെ പറയുന്നവയിൽ ലോ വോൾട്ടേജിൽ മാത്രം യൂസ് ചെയ്യുന്നതാണ്, ആ രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. സസ്പെൻഷൻ ടൈപ്പ് ഓഫ് ഇൻസുലേറ്റർ, ഷാക്കിൾ ടൈപ്പ് ഓഫ് ഇൻസുലേറ്റർ, അതൊക്കെ റിപ്പീറ്റായിട്ട് വരുന്നതാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കൃത്യമായിട്ട് പഠിക്കുക, നോട്ട് നോക്കുക. ഡൗട്ട് വരികയാണെങ്കിൽ വീണ്ടും ക്വസ്റ്റ്യൻസ് ചെയ്യുക, വീണ്ടും വായിച്ച് നോക്കുക, അത് സെറ്റാവും. ഓക്കെ, ദെൻ സസ്പെൻഷൻ ടൈപ്പ് ഓഫ് ഇൻസുലേറ്റേഴ്സിൻ്റെ പ്രത്യേകത എന്താ? നമുക്ക് ഹൈ വോൾട്ടേജിൽ പിൻ ഇൻസുലേറ്റേഴ്സ് നമുക്ക് എക്കണോമിക്കലല്ല അല്ലേ, അവിടെ ഏറ്റവും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏതാണ്? സസ്പെൻഷനാണ്. സസ്പെൻഷൻ്റെ പ്രത്യേകത, നമുക്ക് വോൾട്ടേജ് ലെവൽ കൂടുന്നതിനനുസരിച്ചിട്ട് ഈ ഡിസ്കിൻ്റെ എണ്ണം കൂട്ടി കൊടുത്താൽ മതി അല്ലേ, കാരണം ഓരോ ഡിസ്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത് 11 kV ആണ് അല്ലേ? യെസ്, 11 kV ഫേസ് വോൾട്ടേജ് ആണ് കേട്ടോ, അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക.
സോ ഒരു 110 kV ഒക്കെ ആണെങ്കിൽ നമ്മൾ എത്ര ഇൻസുലേറ്റർ യൂസ് ചെയ്യേണ്ടി വരും? 11 വേണോ? വേണ്ട, 11 വേണ്ട അല്ലേ, ഏകദേശം 7-8 മതി. എന്തുകൊണ്ടാണ്? 110 ഡിവൈഡഡ് ബൈ √3 നിങ്ങൾ ചെയ്ത് നോക്കുക. മിക്കവാറും 6 ഒക്കെ ആയിരിക്കും കിട്ടുക, 6, 5, 6, 7 ആയിരിക്കും കിട്ടുക. അതിന് കൂടെ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്നുള്ള രീതിയിൽ ഒന്നുകൂടി കൂട്ടിയിട്ട് നമ്മൾ 7 ഇൻസുലേറ്റേഴ്സാണ് 110 kV ലൈനിൽ യൂസ് ചെയ്യുക. ദെൻ 220-ലാണെങ്കിൽ അറൗണ്ട് ഒരു 14 കേട്ടോ, ആ രീതിയിലാണ് യൂസ് ചെയ്യുക. അല്ലാതെ 220/11 ഒരു ഇൻസുലേറ്ററിൻ്റെ 11 kV അല്ലേ, ഇത് ചെയ്തിട്ട് ഏകദേശം എത്ര ഒരു 20 എന്ന് കണ്ടിട്ട് ഇത്ര ഇൻസുലേറ്റേഴ്സ് വേണമെന്ന് വിചാരിക്കരുത് കേട്ടോ. അപ്പം ആൻസർ ഈ രീതിയിലാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, യെസ്. ദെൻ ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ 1-2 ഒക്കെ അഡീഷണൽ ആയിട്ട് ഇടും. അല്ലാതെ 220/11 എന്നുള്ള ഇക്വേഷൻ നമുക്ക് ആവശ്യമില്ല എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ അതിന് ആൻസർ എന്താ വരിക? ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് ആൻസർ വരിക. നെക്സ്റ്റ് പോയാലോ? ദ റിലേസ് യൂസ്ഡ് ഇൻ ലോങ് ട്രാൻസ്മിഷൻ ലൈൻ. ഓക്കെ, ലോങ് ട്രാൻസ്മിഷൻ ലൈനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റിലേസ് എന്താണ്? സാധാരണയായിട്ട് നമ്മൾ ലോങ്, മീഡിയം, ഷോർട്ട് അല്ലേ, ഈ രീതിയിലാണ് ട്രാൻസ്മിഷൻ ലൈൻ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. അതിൽ ലോങ് ട്രാൻസ്മിഷൻ ലൈൻ, ലോങ് അത് പറയുമ്പോൾ തന്നെ എന്താ, നിങ്ങൾക്ക് മോ അല്ലേ, മോ എന്ന് കിട്ടും. ഓക്കെ, ലോങ് എന്ന് പറയുമ്പം മോ, കണ്ടോ, രണ്ടും ഒരേ പ്രൊണൗൺസിയേഷൻ പോലെയല്ലേ കിട്ടുന്നത്, മോ. അതിൻ്റെ വേറൊരു പേരാണ് അഡ്മിറ്റൻസ് ടൈപ്പ് റിലേ അല്ലേ, അഡ്മിറ്റൻസ് ടൈപ്പ് റിലേ. ദെൻ മീഡിയത്തിൻ്റെ അകത്തൊരു ഡി കണ്ടോ, അപ്പം ഇമ്പിഡൻസ് ടൈപ്പ് ഓഫ് റിലേ നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? മീഡിയം ലൈനിലാണ്. ദെൻ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആൾക്കാർ വേഗം റിയാക്ട് ചെയ്യുമല്ലോ, എന്തെങ്കിലും ചെറിയ കാര്യം ഉണ്ടായാൽ തന്നെ അവർ റിയാക്ട് ചെയ്യും അല്ലേ. സോ ഷോർട്ട് ടെമ്പേർഡിന് റിയാക്റ്റൻസ് റിലേ കണ്ടോ. ഈ രീതിയിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഇതൊക്കെ സാധാരണ ഡിപ്ലോമ ടൈപ്പ് ഓഫ് എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. സോ ആൻസർ എന്താ വരിക? ലോങ് ആയതുകൊണ്ട് തന്നെ മോസ് റിലേ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് പോയാലോ? ദി മെറ്റീരിയൽ കോമൺലി യൂസ്ഡ് ഫോർ ഇൻസുലേഷൻ ഇൻ ഹൈ വോൾട്ടേജ് കേബിളീസ്. നമ്മൾ ഹൈ വോൾട്ടേജ് കേബിൾ, ഇത് അണ്ടർഗ്രൗണ്ട് കേബിളാണ് കേട്ടോ. കേബിൾസ് എന്ന് പറഞ്ഞാൽ അവർ ഡിനോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ സാധനം അണ്ടർഗ്രൗണ്ട് കേബിളാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ഇൻസുലേഷനാണ് യൂസ് ചെയ്യുക? പേപ്പർ, ലെഡ്, PVC, റബ്ബർ. ലെഡ് നമ്മൾ ഇൻസുലേറ്ററായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ദെൻ റബ്ബർ, PVC, പേപ്പർ ഉണ്ട്. സോ അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പേപ്പറാണ്. ഇംപ്രഗ്നേറ്റഡ് പേപ്പർ എന്ന് പറയും. നമ്മൾ HV കേബിളിലും EHV കേബിളിലും നമ്മൾ പേപ്പർ ഇൻസുലേഷനാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് 66 kV ഈസ് സ്യൂട്ടബിൾ ഫോർ ട്രാൻസ്മിഷൻ ഓഫ് പവർ ഓവർ. നമ്മൾ 66 kV താഴെ പറയുന്നവയിൽ ഏത് ലെങ്ത്തിലാണ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 200, 120, 60, 30. ഇത് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വിവിധ രീതിയിൽ ഈ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് സമീപിക്കാം. ഓക്കെ, നമ്മൾ സാധാരണ ട്രാൻസ്മിഷൻ ലൈൻസിൽ നമ്മൾ ലോങ്, ഷോർട്ട്, അതേപോലെ മീഡിയം ലൈൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അല്ലേ, ഓർമ്മയുണ്ടോ? യെസ്. സോ ഷോർട്ട്, മീഡിയം, ദെൻ ലോങ് അല്ലേ. ഷോർട്ട് ലൈൻസ് നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് എത്ര ഡിസ്റ്റൻസ് ആണെന്ന് അറിയാമോ? ഒരു അപ് ടു 80 കിലോമീറ്റർ കേട്ടോ. അപ് ടു 80 കിലോമീറ്റർ വരെ നമ്മൾ ഷോർട്ട് ലൈൻ എന്ന് പറയും. ദെൻ 80 to 200 കിലോമീറ്റർ വരെ നമ്മൾ മീഡിയം എന്ന് പറയും. ദെൻ എബോവ് 200 കിലോമീറ്റർ ആണെങ്കിൽ നമ്മളതിനെ ലോങ് എന്ന് പറയും. ദെൻ ഷോർട്ട് ലൈൻസ് ആണെങ്കിൽ നമ്മളതിൻ്റെ വോൾട്ടേജ് ലെവൽ ഏകദേശം വരിക ലെസ് ദാൻ 30 kV നമ്മളെന്ത് ചെയ്യും? ഷോർട്ട് ലൈൻസ് എന്ന് പറയും. ഓക്കെ, ദെൻ 30 to 100 kV ഒക്കെ ആണെങ്കിൽ അത് മീഡിയം ആണ്. ദെൻ എബോവ് 100 kV, ഓക്കെ, പ്ലസ് 100 kV ആണെങ്കിൽ നമ്മളതിനെ ലോങ് എന്ന് പറയും. നിങ്ങൾ നോക്കിയാൽ 66 kV എന്ന് പറയുമ്പോൾ അതേത് കാറ്റഗറിയാണ് വന്നത്? ഏകദേശം മീഡിയം അല്ലേ, മീഡിയം ലൈനാണ്. അപ്പം 80 to 200 എന്നുള്ള ആൻസർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഇതെന്ന് ചൂസ് ചെയ്യാം. ഓക്കെ, 60 യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? 60 യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ദെൻ 120 നിങ്ങൾക്ക് ഇവിടുന്ന് കറക്റ്റായിട്ട് പിക്ക് ചെയ്യാം അല്ലേ. മറ്റേ 200 എന്ന് പറയുമ്പോൾ ആ ബൗണ്ടറി എത്തിപ്പോയില്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ 120 എന്നുള്ള ആൻസർ ഇവിടെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചൂസ് ചെയ്യാം. സോ ഇത് ഒരു മെത്തേഡാണ് കേട്ടോ. 120 കിലോമീറ്റർ എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒന്നും ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു മെത്തേഡാണ്. ദെൻ ഒരു ഇക്വേഷൻ ഉണ്ട്, നിങ്ങൾക്ക് അറിയാമോ എന്ന് അറിയില്ല. നമുക്ക് സാധാരണ ഒരു വോൾട്ടേജ് ലെവൽ ഇൻ എ ട്രാൻസ്മിഷൻ ലൈൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊരു റഫ് ഇക്വേഷൻ ഉണ്ട്. 5.5 ഇൻറ്റു √ കിലോമീറ്റർ ഡിവൈഡഡ് ബൈ 1.6 പ്ലസ് ലോഡ് ഇൻ KVA. ഇവിടെ ലോഡൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ. ചില പ്രോബ്ലത്തിൽ ലോഡ് കൊടുക്കും കേട്ടോ. ഇത്ര MVA ലോഡ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര കിലോമീറ്റർ ലൈന് വേണ്ടി വരും എന്നൊക്കെ. ഓക്കെ, ഡിവൈഡ് ബൈ 150.
ഇതിൽ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കണം നിർബന്ധമൊന്നുമില്ല. സാധാരണ നമ്മൾ 33 kV, ഓക്കെ, 33 kV ഏകദേശം വരിക 30 കിലോമീറ്റർ ഒക്കെയാണ് വരിക കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് ഏകദേശം കിട്ടും. ലോഡിങ് KV അതിനനുസരിച്ചിട്ട് ഏകദേശം എത്ര 30 MVA അങ്ങനെ മറ്റാണ് വരിക. സോ സാധാരണ നമ്മൾ വാല്യൂ പഠിച്ചു വെക്കാറുണ്ട് ചില എക്സാമിന് പോകുന്ന സമയത്ത്. സോ 33 kV 30 കിലോമീറ്റർ ആയിരിക്കും. ദെൻ 66 kV എന്ന് പറയുമ്പോൾ എന്തായി, റൂട്ടിനകത്തല്ലേ കിലോമീറ്റർ വരിക. കണ്ടോ, ഇവിടെ വോൾട്ടേജ് ഡബിളായി. അപ്പോൾ റൂട്ടിനകത്തുള്ള കിലോമീറ്റർ ഏകദേശം എത്രയാണോ, ഒരു 4 times നിയർലി വരണം അല്ലേ, നിയർലി 4 times വരണം. സോ 30 × 4 120 കിലോമീറ്റർ. ഇങ്ങനെയും നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കുക കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ ആ ഒരു എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ബുദ്ധി വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. സോ 120 കിലോമീറ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിലും ആൻസർ ചെയ്യാം കേട്ടോ. ദെൻ നെറ്റിലൊക്കെ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ടേബിൾ കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്കൊരു ടേബിളും കിട്ടിയിട്ടുണ്ട്. 66 kV നമ്മൾ സാധാരണ മിനിമം 40 കിലോമീറ്റർ അല്ലെങ്കിൽ മാക്സിമം 120 കിലോമീറ്റർ എന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, 60 ഒക്കെ ആൻസർ ചെയ്യാമല്ലേ, ഓപ്ഷൻ സിയും ചൂസ് ചെയ്യാം. പക്ഷെ അങ്ങനെയല്ല, ബെസ്റ്റ് ആൻസർ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് 120 കിലോമീറ്റർ ആണ്. അത് തന്നെയാണ് PSCയുടെ ആൻസർ ആയിട്ടും തന്നിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് നമുക്കിനെ അതിൽ കൂടുതലായിട്ടൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. ഈ സാധനം അത്ര ഓക്കെയുമല്ല, കാരണം നമ്മുടെ പവർ സെൻഡ് ചെയ്യുന്ന പവർ മാറുന്നതിനനുസരിച്ചിട്ട് ഈ പറയുന്ന ലെങ്ത്തും മാറും. വോൾട്ടേജ് ലെവലിൽ നമുക്ക് ഇതേ റേഞ്ച് തന്നെ കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല എന്ന് വരും കേട്ടോ. സോ ഇത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ചൂസ് ചെയ്യാം, പക്ഷേ അതിനേക്കാളും ഞാൻ സജസ്റ്റ് ചെയ്യുക ഇതാണ്. ഓക്കെ, ഇത് വെച്ചിട്ട് പറയുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ 120 കിലോമീറ്റർ ആണ് നിങ്ങളുടെ PSCയുടെ ആൻസർ. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുമില്ല, ഇങ്ങനെ തന്നെയാണ് പോയിട്ടുള്ളത്. സോ നിങ്ങളുടെ കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ രേഖപ്പെടുത്തുക കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് രേഖപ്പെടുത്തുക, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് വൺ, ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് ഇൻ എക്സ്ട്രാ ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ സിസ്റ്റം പ്രൊവൈഡ്. ഓക്കെ, നിങ്ങൾ ബണ്ടിൽഡ് കണ്ടക്ടർ എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ഒരു ഫേസിന് ഒരു കണ്ടക്ടർ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഒന്നിലധികം കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പം 6 ഫേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ടക്ടർ മതിയല്ലേ. പക്ഷേ ഞാൻ എന്ത് ചെയ്യും, 6 ഫേസ് ഒരു കണ്ടക്ടറിൽ കൂടി അയക്കുന്നതിന് പകരം 2 കണ്ടക്ടർ യൂസ് ചെയ്തു. ഓക്കെ, വേണമെങ്കിൽ 3 കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യാം. അത് ഇങ്ങനെ 2 എണ്ണം വെക്കുന്നതിന് പകരം ഈ രീതിയിൽ വേണമെങ്കിൽ ഒരു ട്രയാങ്കുലാർ ഷേപ്പിലൊക്കെ അയക്കാം. വേണമെങ്കിൽ ഇങ്ങനെ സ്ക്വയർ ആയിട്ട് അയക്കാം അല്ലേ. ഈ രീതിയിൽ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് മാറ്റിയിട്ട് ഇവിടെ സ്പേസേഴ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇവരെ ഒന്ന് കണക്ട് ചെയ്തിട്ട് അങ്ങനെ ബണ്ടിൽ ചെയ്ത് അയക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേര് ബണ്ടിൽഡ് കണ്ടക്ടർ എന്നാണ്. നമ്മൾ സാധാരണ വോൾട്ടേജ് കൂടിയ അവസ്ഥയിലൊക്കെയാണ് സാധാരണ ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുക. അതിന് കുറേ അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. ഓക്കെ, എന്താണ് സാധാരണയായിട്ട് ഡിപ്ലോമ ആൻഡ് ഡിഗ്രി ലെവൽ എക്സാമിന് ഒക്കെയാണ് നമ്മൾ ബണ്ടിൽഡ് കണ്ടക്ടേഴ്സിൻ്റെ കൺസെപ്റ്റ് കൂടുതലായിട്ട് പറയുക. അവിടെ സെൽഫ് GMD അല്ലേ, GMR തുടങ്ങിയ കൺസെപ്റ്റുകൾ പറയുന്ന സമയത്ത് ഈ ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡക്റ്റൻസ് കുറയുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. ഇൻഡക്റ്റൻസ് വാല്യൂ വളരെ കുറഞ്ഞു കിട്ടും നമുക്ക് ഈ പറയുന്ന ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത്. ഇൻഡക്റ്റൻസ് കുറയുമ്പം അതിൻ്റെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും കുറയും അല്ലേ, XL-ഉം കുറയുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ ടോട്ടൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കുറയുന്ന സമയത്ത് എന്തൊക്കെ അഡ്വാൻറ്റേജ് കിട്ടും, വോൾട്ടേജ് ഗ്രാഡിയൻറ്റ് കുറക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, റെഡ്യൂസസ് ദി നെറ്റ് വോൾട്ടേജ് ഗ്രാഡിയൻറ്റ്. ദെൻ കൊറോണ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഇമ്പിഡൻസ് വാല്യൂ, സർജ് ഇമ്പിഡൻസ് വാല്യൂ എന്നാണ് പറയുക കേട്ടോ. സർജ് ഇമ്പിഡൻസ് വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, കുറക്കാൻ വേണ്ടി പറ്റും. സർജ് ഇമ്പിഡൻസ് കുറച്ച് കഴിഞ്ഞാൽ സർജ് ഇമ്പിഡൻസ് ലോഡിംഗ് എന്ന് പറയുന്നത് 1/, സർജ് ഇമ്പിഡൻസിന് പ്രൊപ്പോർഷനാണ്. സോ സർജ് ഇമ്പിഡൻസ് ലോഡിംഗ് നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റും. ഇതെന്താ, ഇത് നമുക്ക് എത്രത്തോളം ആ ഒരു ലൈനെ ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും, എത്രത്തോളം മാക്സിമം കപ്പാസിറ്റിയിൽ അതിനെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതിൻ്റെ ഒരു മെഷറാണ് സർജ് ഇമ്പിഡൻസ് ലോഡിങ്. സോ സർജ് ഇമ്പിഡൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പിഡൻസ് ലോഡിങ് കൂടും, അതായത് നമുക്ക് പവർ ട്രാൻസ്മിഷൻ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ദെൻ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 × 10⁻⁻⁷ ലോഗ് GMD/GMR. ഓക്കെ, GMD/GMR എന്നാണ് ഇക്വേഷൻ ഇൻഡക്റ്റൻസിൻ്റെ. ഞാൻ പറഞ്ഞു ഈ പറയുന്ന GMR സെൽഫ് GMD എന്ന് പറയും, അല്ലെങ്കിൽ GMR എന്ന് പറയും കേട്ടോ, ജോമെട്രിക് മീൻ റേഡിയസ് എന്ന് പറയുന്നത്. സോ ഞാൻ ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെ ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെൽഫ് GMD ഈ GMR ഇൻക്രീസ് ചെയ്യും. GMR നിങ്ങൾ നോക്കിയേ, ഡിനോമിനേറ്ററിലുള്ള. സോ GMR കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഈ ലോഗിൻ്റെ ഉള്ളിലുള്ള ഡിനോമിനേറ്റർ കൂടി.
സോ ഈ ലോഗ് വാല്യൂ കുറയും അല്ലേ, ലോഗ് വാല്യൂ കുറയും. സോ ഇൻഡക്റ്റൻസ് വാല്യൂ എന്ത് ചെയ്യും, കുറയും. മനസ്സിലാക്കുക, ഇൻഡക്റ്റൻസ് വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എല്ലും കുറയും അല്ലെ, എക്സ് എല്ലും കുറയും. നെക്സ്റ്റ് വൺ, കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ എന്താ? കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ ഇതുപോലെ തന്നെയാണ്, പക്ഷേ പ്രത്യേകതയുണ്ട്. 2πε0 ഡിവൈഡഡ് ബൈ ലോഗ് ഡി ബൈ ആർ എന്നാണ് കേട്ടോ. ഡി ഇവിടെ യൂസ് ചെയ്യുക GMD ആണ്. ദെൻ ആർ നമ്മളിവിടെ ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് ആയതുകൊണ്ട് GMR ആണ് യൂസ് ചെയ്യുക. ഞാൻ പറഞ്ഞു GMR കൂടും. GMR കൂടിക്കഴിഞ്ഞാൽ ഈ ഡിനോമിനേറ്ററിലുള്ള ഈ ലോഗ് വാല്യൂ എന്ത് സംഭവിക്കും, കുറയും. ലോഗ് വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് വാല്യൂ കൂടും. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വാല്യൂ കൂടുന്നതായിരിക്കും കേട്ടോ. കപ്പാസിറ്റൻസ് വാല്യൂ കൂടി കഴിഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്ടൻസോ XC is equal to 1/2πfc ആണ്. കപ്പാസിറ്റൻസ് കൂടി കഴിഞ്ഞാൽ XC കുറയും. അപ്പോൾ നെറ്റ് ഇൻഡക്റ്റൻസ് വാല്യൂ, നെറ്റ് റിയാക്റ്റൻസ് വാല്യൂ കേട്ടോ, നെറ്റ് റിയാക്റ്റൻസ് വാല്യൂ കുറയുകയാണ് ചെയ്യുന്നതെന്ന് ഇവിടെ മനസ്സിലാക്കുക. കപ്പാസിറ്റൻസ് വാല്യൂ കൂടുന്നുണ്ട്, ഇൻഡക്റ്റൻസ് വാല്യൂ കുറയുകയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ഇൻഡക്റ്റൻസ് വാല്യൂ കുറയുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, യെസ്. സോ ഇവിടെ എന്താ, ഇൻക്രീസ്ഡ് കപ്പാസിറ്റൻസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കപ്പാസിറ്റൻസ് വാല്യൂ ഇൻക്രീസ് ചെയ്യും. ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്റൻസ് വാല്യൂ ഇൻക്രീസ് ചെയ്യും. റെഡ്യൂസ്ഡ് കപ്പാസിറ്റൻസ് ആണോ? അല്ല. ദെൻ ഇൻക്രീസ്ഡ് ഇൻഡക്റ്റൻസ്, ഇൻഡക്റ്റൻസ് കൂടുന്നുണ്ടോ? ഇല്ല, ഇൻഡക്റ്റൻസ് കുറയാ ചെയ്യുന്നല്ലേ, ഇതാ എൽ വാല്യൂ കുറയുന്നു, അപ്പം അതും കട്ട് ചെയ്യുക. ദെൻ ഇൻക്രീസ്ഡ് വോൾട്ടേജ് ഗ്രാഡിയൻ്റ്, അല്ല വോൾട്ടേജ് ഗ്രാഡിയൻ്റ് കുറയുകയാണ് ചെയ്യുക കേട്ടോ. ഓക്കെ, വോൾട്ടേജ് ഗ്രാഡിയൻ്റ് കുറയുന്നു എന്ന് മനസ്സിലാക്കുക. അത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. ദെൻ കൊറോണ കുറയും, അത്രയും കാര്യങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ആൻസർ പിക്ക് ചെയ്യാം കണ്ടോ. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഒരു സിംഗിൾ കണ്ടക്ടറിന് വരെ നമ്മൾ ഡിഫറൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് കൊടുക്കും കണ്ടോ. ഇവിടെ ഇപ്പോൾ 2 കൊടുത്തു, ഇവിടെ 3 വന്നു. ആ രീതിയിൽ നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യാം അല്ലേ കണ്ടോ. ഇങ്ങനെ ഡിഫറൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന കണ്ടക്ടേഴ്സ് അറേഞ്ച് ചെയ്യാം. ഇത് ബണ്ടിൽഡ് ചെയ്തതാണ് കേട്ടോ, ബണ്ടിൽ ചെയ്ത കണ്ടക്ടേഴ്സ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? യെസ്. സോ നെക്സ്റ്റ് വൺ പോവാം. കറണ്ട് ഫ്ലോ ത്രൂ ദി ന്യൂട്രൽ ഓഫ് 3-phase 4-wire കേബിൾ ഈസ്. നമ്മളൊരു 3-phase 4-wire യൂസ് ചെയ്യുന്ന സമയത്ത് 3 ഫേസസ് ഉണ്ടാവും, RYB ഉണ്ടാവും. ദെൻ 4-wire അതുകൊണ്ട് ഒരു ന്യൂട്രൽ കൂടി ഉണ്ടാവും അല്ലേ. ആ ന്യൂട്രലിലെ കറണ്ടിൻ്റെ അവസ്ഥ എന്താണെന്നാണ് ചോദിച്ചത്. ഈക്വൽ ടു കറണ്ട് ഇൻ ഫേസ് വയർ ആണോ? അല്ല. ഈക്വൽ ടു ദി സം ഓഫ് കറണ്ട് ഇൻ ഫേസ് വയർ, ലെസ് ദാൻ കറണ്ട് ഇൻ ദി ഫേസ് വയർ, മോർ ദാൻ ദി കറണ്ട് ഇൻ ദി ഫേസ് വയർ. സോ ഇവിടുത്തെ ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഈക്വൽ ടു ദി സം ഓഫ് കറണ്ട് ഇൻ ഫേസ് വയർ എന്നതാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക. ആക്ച്വലി അതിൻ്റെ കറക്റ്റ് ആൻസർ എന്തായിരുന്നു വരിക? ഈക്വൽ ടു ദി ഫേസർ സം ഓഫ് കറണ്ട് ഇൻ ഫേസ് വയർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, ഫേസർ സമ്മിനാണ് ഈക്വൽ. ഇങ്ങനെ സം എന്ന് കൊടുത്താലും ഓക്കെ തന്നെയാണ്, പക്ഷേ ബെസ്റ്റ് ആൻസർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഏത് സെലക്ട് ചെയ്യുക? ഈക്വൽ ടു ദി സം ഓഫ് കറണ്ട് ഇൻ ഫേസ് വയർ, ലെസ് ദാൻ കറണ്ട് ഇൻ ദി ഫേസ് വയർ. ഓക്കെ, അതും ചിലപ്പോൾ വരാട്ടെ, കാരണം എപ്പോഴും ന്യൂട്രലിലെ കറണ്ട് വളരെ ചെറുതേ ആയിട്ടുണ്ടാവും. ഓക്കെ, ചെറിയ കറണ്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതും കറക്റ്റ് തന്നെയാണ്. ഇപ്പോൾ സി നിങ്ങൾക്ക് ആൻസർ ചെയ്തിട്ട് അത് ചലഞ്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെട്ടേക്കാം. പക്ഷേ ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താ? നമ്മൾ ന്യൂട്രൽ കറണ്ട് ഡിഫൈൻ ചെയ്യുന്നതിന് അങ്ങനെയാണല്ലേ. ഒരു 3 ഫേസിൻ്റെ കേസിൽ 3 ഫേസസിലും കൂടി കറണ്ട് ഫ്ലോ ഉണ്ടാവും. ന്യൂട്രൽ കൂടിയുള്ള കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ 3 ഫേസിലുള്ള കറണ്ട് ഫ്ലോൻ്റെ ഫേസർ സമ്മായിരിക്കും. സോ നമ്മുടെ ഈ പറയുന്ന 3 കറണ്ടും സെയിം ആണെന്ന് വിചാരിച്ചോ. R ഫേസിലും Y ഫേസിലും B ഫേസിലുമുള്ള കറണ്ടുകൾ സെയിം ആണ്, സെയിം ഇൻ മാഗ്നിറ്റ്യൂഡ്. ദെൻ ഡിസ്പ്ലേസ്ഡ് അറ്റ് 120 ഡിഗ്രി ആണെങ്കിലോ 3 ഡയറക്ഷനിലേക്ക് പോയിട്ടുണ്ടാവും ഫേസർ ഡയഗ്രം വരയ്ക്കുമ്പോൾ അല്ലേ. സോ എല്ലാവരും ക്യാൻസൽ ആവും, ക്യാൻസൽ ഈച്ച് അതർ. സോ IN 0. അങ്ങനെയാണ് ന്യൂട്രൽ കറണ്ട് 0 ആവുന്നത്. ഏതിൻ്റെ കേസിൽ? ബാലൻസ്ഡ് കേസിൽ എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? സോ ഇവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആൻസർ ഏതാ? യെസ്, ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. ഈക്വൽ ടു ദി സം ഓഫ് കറണ്ട് ഇൻ ഫേസ് വയർ. ഓക്കെ, കറണ്ട്സ് ഇൻ ഫേസ് വയർ. നെക്സ്റ്റ് വേലോ, സ്കിൻ എഫക്റ്റ് റിസൾട്ടിൻ. ഓക്കെ, സ്കിൻ എഫക്റ്റ് എന്തിന് കാരണമാവുന്നു? റെഡ്യൂസ്ഡ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബട്ട് ഇൻക്രീസ്ഡ് എഫക്റ്റീവ് ഇൻറ്റേർണൽ റിയാക്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ. Increased effective resistance but reduced effective internal reactance of the conductor. Reduced effective resistance as well as effective internal reactance. Increased effective resistance as well as effective internal reactance. നിങ്ങൾക്ക് എന്തായാലും അറിയാം സ്കിൻ എഫക്റ്റിൻ്റെ കേസിൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും അല്ലേ. AC റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു നമ്മൾ വളരെ
ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. മുമ്പുള്ള വീഡിയോസിൽ ഞാൻ സ്കിൻ എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു, അത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതെന്തായാലും അല്ല അല്ലേ, റെഡ്യൂസ് ചെയ്യുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് അത് രണ്ടുമല്ല. നെക്സ്റ്റ് റെഡ്യൂസ്ഡ് എഫക്റ്റീവ് ഇൻറ്റേർണൽ റിയാക്റ്റൻസ്. മനസ്സിലാക്കുക, സ്കിൻ എഫക്റ്റിൻ്റെ കേസിൽ അതിൻ്റെ ഇൻഡക്റ്റൻസ് വാല്യൂ അല്ലേ, ഇൻഡക്റ്റൻസ് വാല്യൂ കൂടുക ചെയ്യുക. എന്താ സംഭവം, എന്താ ഒരു കണ്ടക്ടർ, ഒരു സോളിഡ് കണ്ടക്ടർ എടുക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? യെസ്, അതിൻ്റെ സെൻറ്റർ പോർഷനിൽ എപ്പോഴും ഇൻഡക്റ്റൻസ് വാല്യൂ കൂടുതലായിരിക്കും. അതെന്തുകൊണ്ടാണ്? കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും, അതൊരു ഓപ്പോസിഷൻ ഉണ്ടാവും, സെൽഫ് ഇൻഡക്റ്റൻസ് ഉണ്ടാവും. സോ ഇൻഡക്റ്റൻസ് വാല്യൂ ഇവിടെ സെൻറ്റർ ഭാഗത്തായിരിക്കും എപ്പോഴും കൂടുതലായിട്ടുള്ള ആ ഒരു ഫ്ലക്സ് കൂടിച്ചേർന്ന് നിൽക്കുന്നുണ്ടാവുക. അവിടെ ഉള്ള ഫ്ലക്സിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും കമ്പയറിങ് ടു സർഫേസ് റീജിയണിൽ. ഓക്കെ, സർഫേസ് റീജിയണിലുള്ളതിനേക്കാളും കൂടുതൽ ഫ്ലക്സ് ഉണ്ടാവും. കാരണം ഏറ്റവും കൂടുതൽ പെർമിയൻസ് ഉണ്ടാവുക. കാരണം കണ്ടക്ടറിൽ കൂടിയല്ലേ ഫ്ലക്സിന് കൂടുതലായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുക. സർഫേസിലാകുമ്പോഴോ അവിടെ വരുന്നത് എയർ ആണല്ലേ. സോ അവിടെ ഈസി പാത്ത് വളരെ കുറവാണ്. സോ സെൻറ്റർ പോർഷനിലാണ് കൂടുതൽ ഫ്ലക്സ് ഉണ്ടാവുക, അവിടെയാണ് കൂടുതൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഉണ്ടാവുക. ഇൻഡക്റ്റൻസ് ഏറ്റവും കൂടുതൽ എവിടെയാണ്? സെൻട്രൽ പോർഷനിലാണ്. അവിടെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഓപ്പോസിഷൻ കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ കൂടി കറണ്ട് ഫ്ലോ ഉണ്ടാവുമോ? ഇപ്പോൾ വളരെ നേരോ ആയിട്ടുള്ള സ്ഥലത്തു കൂടി നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് പോകാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അത് തന്നെയാണ് ഈ പറയുന്ന ഇൻഡക്റ്റൻസ് എഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന റിയാക്റ്റൻസ് വരുന്നത് അല്ലേ, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് വരുന്നത്. ഓപ്പോസിഷൻ കൂടുമ്പം അതിൽ കൂടിയുള്ള കറണ്ട് ഫ്ലോ മിനിമം ആയിരിക്കും. സോ കറണ്ട് ഓൾവേസ് ട്രൈസ് ടു ഫ്ലോ ഓക്കെ ത്രൂ ദി സർഫേസ് അല്ലെ, സർഫേസിൽ കൂടിയാണ് കറണ്ട് ഫ്ലോ മാക്സിമം ആയിട്ടുണ്ടാവുക. അതാണ് നമ്മുടെ സ്കിൻ എഫക്റ്റ്. സ്കിന്നിൽ കൂടി കറണ്ട് ഫ്ലോ മാക്സിമം ആയിരിക്കും. സോ എന്താണ് അവിടെ? നെറ്റ് എ സി റെസിസ്റ്റൻസ് കൂടുതലാണ്, ആസ് വെൽ ആസ് എഫക്റ്റീവ് ഇൻറ്റേർണൽ റിയാക്റ്റൻസും വളരെ കൂടുതലാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ സ്കിൻ എഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, നോക്കുക കേട്ടോ. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സ്കിൻ എഫക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഫ്രീക്വൻസി, ഡയമീറ്റർ ഓഫ് കണ്ടക്ടർ, ഷേപ്പ് ഓഫ് കണ്ടക്ടർ, ദെൻ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നോക്കുക കേട്ടോ. അതൊക്കെ നോക്കിയിട്ട് നോട്ട് തയ്യാറാക്കുക. ഒരു പോയിന്റ് പോലും മിസ്സാക്കരുത്. നെക്സ്റ്റ് വൺ, ദി മോസ്റ്റ് സ്യൂട്ടബിൾ പ്രാക്ടിക്കൽ വാല്യൂ ഓഫ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഈസ്. ഓക്കെ, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രാക്ടിക്കൽ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ സെർച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് 11 kV എന്നുള്ള ആൻസർ ആണല്ലേ. പക്ഷേ 11 kV ഇവിടെ ഇല്ല. നമുക്ക് നോക്കിയാലോ ബാക്കി എന്താ വരിക? 230/400 വോൾട്ട്. ഇതെന്തായാലും അല്ല, ഇത് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ എലിമിനേഷൻ മെത്തേഡ് വഴി മാത്രമേ നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റൂ എന്ന് മനസ്സിലാക്കുക കേട്ടോ. നെക്സ്റ്റ് 66 kV വരാൻ വേണ്ടി പറ്റില്ല, കാരണം അതൊരു ഹയർ വോൾട്ടേജ് അല്ലേ, ഒരു ഹയർ വോൾട്ടേജ് ആണ് 66 kV. അപ്പോൾ അതും എന്തായാലും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇനി 6.6 ഉണ്ട്, 22 kV ഉണ്ട്. അവിടെയാണ് ഡൗട്ട് വരിക, ഇതിലേതാ വരിക? സോ ദി ബെസ്റ്റ് ആൻസർ യു ക്യാൻ സെലക്ട് ഈസ് 6.6 kV ആണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ പ്രാക്ടിക്കൽ വാല്യൂ ആയിട്ട് നമുക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക, 11 kV ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇവർ സെക്കൻഡറി ട്രാൻസ്മിഷനിലാണ് 22 kV ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു വേർഡ് കൂടിയുണ്ട് കേട്ടോ, അതുകൂടി ഞാനിവിടെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. ദി പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സർക്യൂട്ട് ഈസ് 3 phase 3 wire and operates at voltage 3.3 or 6.6 or 11 kV which is somewhat higher than general utilization level. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നുണ്ട് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ്റെ ഭാഗമായിട്ട് 3.3ൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, 6.6ൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, 11 kVയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. പൊതുവെ 11 kVയിൽ തന്നെയായിരിക്കും മിക്കവാറും എല്ലാ പ്രൈമറി ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടുള്ള കൺസ്യൂമേഴ്സും വാങ്ങുന്നുണ്ടാവുക. കാരണം ഹയർ വോൾട്ടേജിൽ വാങ്ങുന്നതാണ് ഏറ്റവും ലാഭം ആർക്ക്? യൂട്ടിലിറ്റിക്കും കൺസ്യൂമറിനും ഒക്കെ. ഓക്കെ, സോ 6.6 ആണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു സാധനം ഉള്ളതുകൊണ്ട് തന്നെ ഇത് തന്നെ നമ്മൾ പിക്ക് ചെയ്യണം കേട്ടോ. മറ്റ് ആൻസേഴ്സിന് ഇവിടെ പ്രസക്തിയില്ല. നെക്സ്റ്റ് വൺ, വിച്ച് അമംഗ് ദി ഫോളോയിങ് പ്രോപ്പർട്ടി ഹാസ് ഗോട്ട് എ ഹയർ ഫോർ അലൂമിനിയം ഇൻ കമ്പാരിസൺ ടു ദാറ്റ് ഓഫ് കോപ്പർ? താഴെ പറയുന്നതിൽ ഏത് ഫാക്ടറാണ്, ഏതൊരു പ്രോപ്പർട്ടിയാണ് അലൂമിനിയത്തിന് കൂടുതലുള്ളത് കോപ്പറിനേക്കാൾ? നമുക്കറിയാം സാധാരണ രീതിയിൽ കോപ്പറാണ് വളരെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ലേ. കോപ്പറിനാണ് കണ്ടക്ടിവിറ്റി കൂടുതൽ ഇൻ ടേംസ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി ആസ് വെൽ ആസ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ദെൻ അലൂമിനിയത്തിൻ്റെ പ്രത്യേകത എന്താ? അലൂമിനിയത്തിന് ലൈറ്റ് വെയിറ്റ് ആണ് എന്നുള്ളതാണ് അലൂമിനിയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദെൻ കണ്ടക്ടിവിറ്റീൻ്റെ കേസിൽ ആരായിരുന്നു മുൻപനായിട്ടുള്ളത്? യെസ്, കണ്ടക്ടിവിറ്റി കൂടുതൽ
കോപ്പറിനാണെന്ന് നിങ്ങൾക്കറിയാം. അതിനൊരു ചെറിയൊരു റേഷ്യോ കൂടിയുണ്ട്, ഓർമ്മയുണ്ടോ? അലൂമിനിയത്തിൻ്റെ കണ്ടക്ടിവിറ്റി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് കോപ്പറിൻ്റെ കണ്ടക്ടിവിറ്റിയുടെ 60% മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് അറിയാമല്ലേ. 60.6 എന്നൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാം. സോ അലൂമിനിയത്തിന് കണ്ടക്ടിവിറ്റി കുറവാണ് അല്ലേ. കണ്ടക്ടിവിറ്റി കുറവാകുമ്പം റെസിസ്റ്റിവിറ്റി കൂടില്ലേ അല്ലേ. കണ്ടക്ടിവിറ്റി കുറവാണ് അലൂമിനിയത്തിന്. സോ റെസിസ്റ്റിവിറ്റി ഓഫ് അലൂമിനിയം കൂടുതലാണ്. സോ ഏതിനാണ് കൂടുതലല്ലേ? അലൂമിനിയത്തിന് കൂടുതലായിട്ടുള്ളത് എന്താണെന്നല്ലേ ചോദിച്ചാൽ, അപ്പം ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റിയാണ് ആൻസർ. മെൽറ്റിംഗ് പോയിന്റ് അല്ല, മെൽറ്റിംഗ് പോയിന്റ് കുറവാണ് കേട്ടോ അലൂമിനിയത്തിന്. ദെൻ തെർമൽ കണ്ടക്ടിവിറ്റി അല്ല, തെർമൽ കണ്ടക്ടിവിറ്റിയും അതേപോലെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും അലൂമിനിയത്തിന് കുറവാണ് കമ്പയറിംഗ് ടു കോപ്പർ. ദെൻ സ്പെസിഫിക് ഗ്രാവിറ്റിയും അല്ല കേട്ടോ. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു കമ്പാരിസൺ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആർക്കാണ് കൂടുതൽ? അത് കോപ്പറിനാണ് കൂടുതൽ. റെസിസ്റ്റിവിറ്റി നോക്കിയപ്പോഴോ, റെസിസ്റ്റിവിറ്റി കൂടുതൽ, റെസിസ്റ്റിവിറ്റി അറ്റ് 20 ഡിഗ്രി അല്ലേ, അത് ആർക്കാണ് കൂടുതൽ? യെസ്, അലൂമിനിയത്തിനാണ് റെസിസ്റ്റിവിറ്റി കൂടുതൽ കമ്പയറിംഗ് ടു കോപ്പർ. അപ്പോൾ ഈ ഒരു പോയിൻ്റാണ് അവർ ചോദിച്ചിട്ടുള്ളത്. മെൽറ്റിംഗ് പോയിന്റ് നോക്കിയേ, മെൽറ്റിംഗ് പോയിന്റും കുറവാണല്ലേ. അപ്പോൾ നമുക്ക് മെൽറ്റിംഗ് പോയിന്റ് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. സോ അത്തരം കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എത്രയും ചെറിയ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് അഡ്വാൻറ്റേജസ് ആണ്. മനസ്സിലാക്കുക, ഈ പറയുന്ന ഇലക്ട്രീഷ്യൻ എക്സാമിനൊക്കെ ടോപ്പ് റാങ്ക് വരുന്നത്, ഇലക്ട്രീഷ്യൻ എക്സാമൊക്കെ ടോപ്പ് റാങ്ക് വരുന്നത് ഈ രീതിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിവി ടെക്സ്റ്റ് ബുക്കൊക്കെ അരിച്ചു പെറുക്കി പഠിക്കുന്ന ആൾക്കാർക്കാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കും അത്തരത്തിലൊരു നല്ല റാങ്ക് വേണമെങ്കിൽ ആ രീതിയിൽ മുഴുവനായിട്ടും കവർ ചെയ്തിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോയാലോ? കഴിഞ്ഞോ? അവിടെ ഉണ്ടോ വേറെ ക്വസ്റ്റ്യൻ ഇല്ലല്ലോ. യെസ്, അപ്പോൾ 80 ചോദ്യങ്ങളായി. കഴിഞ്ഞോ? ഇല്ല, ഒരു 20 ചോദ്യം കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. യെസ്, ദി ഫോഴ്സ് പ്രൊഡ്യൂസിങ് മൂവ്മെൻറ്റ് ഓഫ് ദി പോയിൻ്റർ ഇൻ എൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഈസ്. നമുക്കറിയാം ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ട്, 3 ടോർക്കാണ് അല്ലേ. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ട്, കൺട്രോളിംഗ് ടോർക്ക് ഉണ്ട്, ദെൻ ഡാമ്പിംഗ് ടോർക്ക് ഉണ്ട്. ഓക്കെ, ഡാമ്പിംഗ് ടോർക്ക് ഉണ്ട്. സോ ഇനീഷ്യൽ പൊസിഷനിൽ നിന്നും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് യൂസ് ചെയ്യുക. ദെൻ ഇപ്പോൾ ഒരു പോയിൻ്റർ ഇങ്ങനെ ഇനീഷ്യൽ പൊസിഷനിലാണ് ഉള്ളതെന്ന് വിചാരിച്ചോ. ഇത് 0, ഇത് 10 ആംപിയർ എന്ന് വിചാരിച്ചോ. അപ്പോൾ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഇവനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് യൂസ് ചെയ്യുക. ഇനി കൺട്രോളിംഗ് ടോർക്ക് യൂസ് ചെയ്യുക. ഇവൻ ഇങ്ങോട്ടോ എങ്ങോട്ടേക്കെങ്കിലും ഒന്ന് മൂവ് ചെയ്യണ്ടേ അല്ലേ. ഇവൻ ഇവിടെ നിന്നൊന്ന് വിട്ട് കഴിഞ്ഞു അല്ലേ, ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഡിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ കൺട്രോളിംഗ് ടോർക്ക് എത്രത്തോളം അളവിൽ ഇവൻ്റെ ഡിഫ്ലക്ഷൻ വേണമെന്ന് തീരുമാനിക്കുന്നത് കൺട്രോളിംഗ് ടോർക്കാണ് കേട്ടോ. ഇപ്പോൾ 10 ആംപിയറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫ്ലക്ഷൻ വേണ്ടേ, അല്ലാതെ ഇവൻ ഇവിടെ പോയി നിന്നാൽ മതിയോ? പോരാ അല്ലേ. 10 ആംപിയർ ആണെന്ന് ഞാൻ മെഷർ ചെയ്യുന്നെങ്കിൽ 10 ആംപിയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡിഫ്ലക്ഷൻ കാണിക്കണം. ആ ഡിഫ്ലക്ഷൻ എത്രത്തോളം വേണമെന്ന് തീരുമാനിക്കുന്ന ആരാ? കൺട്രോളിംഗ് ടോർക്കാണ് കേട്ടോ. ഓക്കെ, കൺട്രോളിംഗ് ടോർക്കാണ് ഇവനെ കറക്റ്റായിട്ട് 10 ആംപിയറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് വെക്കുന്നത്. ഇനി 10 ആംപിയറിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാലും നമുക്ക് കറക്റ്റായിട്ട് ആ റീഡിങ് മനസ്സിലാക്കണമെങ്കിൽ അവൻ അവിടെ സ്റ്റഡി ആയിട്ട് നിൽക്കണം അല്ലേ. ഇവിടെ വന്നിട്ട് സ്റ്റേഷനറി പൊസിഷനിൽ നിൽക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഒരു ഡാമ്പിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കണ്ട, ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റ് പൊസിഷനിൽ ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. സോ ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റ് പൊസിഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഡാമ്പിംഗ് ടോർക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് ഡാമ്പിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, യെസ്. സോ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? ഫോഴ്സ് പ്രൊഡ്യൂസിങ് മൂവ്മെൻറ്റ് ഓഫ് ദി പോയിൻ്റർ അല്ലേ. മൂവ്മെൻറ്റ് ഓഫ് ദി പോയിൻ്ററിന് കാരണമാവുന്ന ഫോഴ്സ് ഏതാ? അത് ഡിഫ്ലക്റ്റിംഗ് ടോർക്കാണ് അല്ലേ. ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. An instrument using gravity control will read correctly if used in. ഓക്കെ, നിങ്ങൾ ഗ്രാവിറ്റി കൺട്രോളാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഗ്രാവിറ്റി കൺട്രോൾ, സ്പ്രിംഗ് കൺട്രോൾ തുടങ്ങിയ കൺട്രോൾ മെക്കാനിസം ഉണ്ട് നമ്മൾ മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ് പറയുന്ന സമയത്ത്. സോ സ്പ്രിംഗ് കൺട്രോൾ ആണെങ്കിൽ നിങ്ങൾക്ക് എനി പൊസിഷനിൽ വെക്കാം കേട്ടോ. സ്പ്രിംഗ് കൺട്രോൾ ആണെങ്കിൽ നിങ്ങൾക്ക് എനി പൊസിഷൻ, ഏത് പൊസിഷനിൽ വെക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഗ്രാവിറ്റി കൺട്രോൾ ആണെങ്കിൽ അവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, നമ്മുടെ ജി ആണ് ആക്ട് ചെയ്യുക കേട്ടോ. 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ. യെസ്, ആക്സലറേഷൻ അല്ലേ, അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ. സോ ഇതാണ് അതിൻ്റെ ഫിനോമിന. ഓക്കെ, ഇതാണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ വെർട്ടിക്കൽ പൊസിഷനിൽ തന്നെ വെച്ചിരിക്കണം അല്ലേ. സോ അത്തരം കാര്യങ്ങൾ ഓർത്ത് വെക്കുക. പല പ്രാവശ്യമായിട്ട് ചോദിക്കാറുണ്ട്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ദി ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഓഫ് മൂവിങ് അയേൺ അട്രാക്ഷൻ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഈസ്. ഓക്കെ, ഒന്നുമില്ല, മൂവിങ് അയേൺ എന്ന് കണ്ടോ മനസ്സിലാക്കുക. ഇവിടെ ഡിഫ്ലക്ഷൻ തീറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു I² ആണ് ഇൻ ദി കേസ് ഓഫ് എ മൂവിങ് അയേൺ.
ആൻഡ് തീറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ ആണ് ഇൻ ദി കേസ് ഓഫ് എ മൂവിങ് കോയിൽ കേട്ടോ. സോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി കറണ്ട്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി കറണ്ട്. സോ ആൻസർ എന്താ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി കറണ്ട്. ഇതിൻ്റെ ഡയൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതൊരു സ്ക്വയേർഡ് ആയിട്ടുള്ള സ്കെയിലായിരിക്കും, യൂണിഫോം സ്കെയിലായിരിക്കില്ല. ആ രീതിയിലും ചോദിക്കാറുണ്ട് കേട്ടോ. താഴെ പറയുന്നതിൽ ഏതിൻ്റെയാണ് യൂണിഫോം സ്കെയിൽ ചോദിക്കാറുണ്ട്. PMMC ഇൻസ്ട്രുമെൻറ്റ്സ് ആണെങ്കിൽ യൂണിഫോം സ്കെയിലായിരിക്കും കേട്ടോ, യൂണിഫോം ആയിരിക്കും. ഇനി വേറെ സാധനം കൂടിയുണ്ട്, നമ്മുടെ ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ. ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ കേട്ടോ. വോൾട്ട് മീറ്ററിനും അമ്മീറ്ററിനും യൂണിഫോം സ്കെയിലല്ല, എന്നാൽ ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററിൻ്റെ കേസിൽ യൂണിഫോം സ്കെയിലാണ്. യൂണിഫോം സ്കെയിലാണ്. എന്തുകൊണ്ടാണ്? ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്ന പവറാണല്ലേ, പവറാണ്. പവർ എന്ന് പറയുന്ന ആരാ? വോൾട്ടേജ് ഇൻറ്റു കറണ്ട് അല്ലേ. സോ ഇവിടെ I² തന്നെയാണ്, പക്ഷേ നമ്മളിവിടെ പവർ മെഷർ ചെയ്യുന്നതുകൊണ്ട് അത് യൂണിഫോം സ്കെയിലാണെന്ന് മനസ്സിലാക്കുക. ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് കാര്യം, ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ നമുക്ക് AC-യിലും യൂസ് ചെയ്യാം, DC-യിലും യൂസ് ചെയ്യാം. ഓക്കെ, അതുകൂടി ഓർത്ത് നോക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ C ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എയർ ഈസ് റിമൂവ്ഡ് ഫ്രം ഇൻകാൻഡസെൻറ്റ് ലാമ്പ് ഈസ് ടു. നമ്മൾ ഇൻകാൻഡസെൻറ്റ് ലാമ്പിൽ എയർ റിമൂവ് ചെയ്തിട്ട് വാക്വം ഫില്ല് ചെയ്യും അല്ലേ. വാക്വം നമ്മളതിനകത്ത് സൃഷ്ടിക്കാറുണ്ട്. അതുകൂടാതെ വാക്വം മാറ്റിയിട്ട് അതിനകത്ത് നിഷ്ക്രിയ വാതകങ്ങൾ അല്ലേ, ഇനേർട്ട് ഗ്യാസസ് നമ്മൾ ഫില്ല് ചെയ്യാറുണ്ട്. സോ എയർ എന്തിനാണ് റിമൂവ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേട്ടോ. പ്രിവെൻറ്റ് ഓക്സിഡേഷൻ, മിനിമൈസ് ഹീറ്റ് ലോസ്. സോ ബൾബിനകത്ത്, ഓക്കെ, ഈ ബൾബിനകത്ത് എയർ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഇതിനകത്ത് എയർ, ഓക്സിജനൊക്കെ ഉണ്ടായാൽ നമ്മുടെ ഈ പറയുന്ന ഫിലമെൻറ്റിന് ഓക്സിഡേഷൻ സംഭവിക്കും. എന്നിട്ട് ഫിലമെൻറ്റ് എന്ത് ചെയ്യും? പതുക്കെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകും. സോ പ്രിവെൻറ്റ് ഓക്സിഡേഷൻ, അത് കറക്റ്റാണ് കേട്ടോ. ദെൻ മിനിമൈസ് ഹീറ്റ് ലോസും കറക്റ്റ് തന്നെ ആണ്. കാരണം നമ്മുടെ മെയിൻ ഉദ്ദേശം എന്താ? പരമാവധി ടെമ്പറേച്ചർ കൊടുത്ത് പരമാവധി ഹീറ്റ് ജനറേറ്റ് ചെയ്ത് ഈ ഇൻകാൻഡസെൻസ് പ്രിൻസിപ്പിൾ വഴി ഈ പറയുന്ന ടങ്സ്റ്റൺ ഫിലമെൻറ്റിനെ ചൂടാക്കി ചുട്ടുപഴുപ്പിച്ച് ലൈറ്റ് പുറത്തേക്ക് കൊണ്ടുവരിക എന്നാണ്. സോ ഇതിനകത്ത് എയർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഹീറ്റ് ലോസിന് സാധ്യതയുണ്ട് കേട്ടോ. കാരണം ഇവിടെ എന്തെങ്കിലും ഒരു വാതകം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വാട്ടെവർ കേട്ടോ, എന്ത് വാതകം ഫില്ല് ചെയ്ത് കഴിഞ്ഞാലും ഹീറ്റ് ലോസിനൊക്കെ സാധ്യതയുണ്ട്. സോ ഹീറ്റ് ലോസും ഒരു ചാൻസ് ആണ് എയർ ഉണ്ടായിക്കഴിഞ്ഞാലുള്ള. നമ്മൾ സാധാരണ പറയാറുണ്ട് വാക്വം എന്തിന് നമ്മൾ ഫില്ല് ചെയ്യുന്നു, ഓക്കെ, വാക്വം അവിടെ എന്തിന് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓക്സിഡേഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും, ഓക്കെ, ഓക്സിഡേഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ മിനിമൈസ് ഹീറ്റ് ലോസ് ഡ്യൂ ടു കൺവെക്ഷൻ, അതും അതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ആൻസറാണ് കേട്ടോ. കൺവെക്ഷൻ മൂലമുള്ള, നമ്മുടെ സംവഹനം മൂലമുള്ള ഹീറ്റ് ലോസ് കുറക്കുക എന്നുള്ളത് കൂടി അതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ആൻസറാണ്. സോ ഇവിടെ ഓപ്ഷൻ A and B വരുമോ? PSCയുടെ ആൻസർ പ്രകാരം ഓപ്ഷൻ A മാത്രമാണ് കറക്റ്റായിട്ടുള്ള ആൻസർ കേട്ടോ. PSCയുടെ ആൻസർ പ്രകാരം ഓപ്ഷൻ A മാത്രമാണ് ആൻസർ കറക്റ്റായിട്ട് വരുന്നത്. പ്രിവെൻറ്റ് ഓക്സിഡേഷൻ മാത്രമാണ്. മിനിമൈസ് ഹീറ്റ് ലോസ്, ഈ ഹീറ്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ അറിയോ? യെസ്, പരമാവധി ഇതിൻ്റെ ഫിലമെൻറ്റ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ സർഫേസ് ഏരിയ കൂട്ടാൻ വേണ്ടി അതിനെ കോയിലാക്കിയിട്ട് ഫിലമെൻറ്റ് യൂസ് ചെയ്യും. ഓക്കെ, ഒരു സിംഗിൾ കണ്ടക്ടറായിട്ട് നമ്മൾ ഈ പറയുന്ന ഫിലമെൻറ്റ് യൂസ് ചെയ്യുന്ന പകരം ഇങ്ങനെ കോയിലായിട്ടുള്ള ഫിലമെൻ്റ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ഫിലമെൻ്റ് ലാമ്പിൽ ഇതേപോലെ കോയിലായിട്ടായിരിക്കും ഉണ്ടാവുക. അതെന്തിനാ? ഇതിൻ്റെ പരമാവധി സർഫേസ് ഏരിയ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളിപ്പോൾ വിചാരിക്കും എങ്ങനെയാണ് സർഫേസ് ഏരിയ കുറയുക? നമ്മൾ കൂടുതൽ കണ്ടക്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത്രയും വലിയ നീളത്തിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സർഫേസ് ഏരിയ കൂടുകയല്ലേ ചെയ്യുക? നിങ്ങൾ ആ രീതിയിലല്ല ചിന്തിക്കേണ്ടത്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സിംഗിൾ കണ്ടക്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കണ്ടക്ടറിൻ്റെ ഫുൾ ഏരിയ അറ്റ്മോസ്ഫിയറുമായിട്ട് അല്ലെങ്കിൽ പുറത്തുള്ള എയറുമായിട്ട് സമ്പർക്കത്തിലാണ് അല്ലേ. മുഴുവൻ സർഫേസ് ഏരിയ പുറത്തെ എയറുമായിട്ട് സമ്പർക്കത്തിലാണ്. അപ്പോൾ സർഫേസ് ഏരിയ കൂടി. അതിന് പകരം ഞാനിങ്ങനെ കോയിലാക്കിയാലോ? സോ ഇവിടെ ഒരു മീറ്റർ യൂസ് ചെയ്യുന്ന പകരം ഇവിടെ ഒരു 100 മീറ്റർ എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ പറയുന്ന കണ്ടക്ടർ അടുത്ത കണ്ടക്ടറുമായിട്ടായിരിക്കും വളരെ ക്ലോസ് ആയിട്ടുണ്ടാവുക. സർഫേസുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കുറച്ച് കുറഞ്ഞു അല്ലേ. എന്തുകൊണ്ടാണ്? ഞാൻ പരമാവധി ഇവനെ കോയിലാക്കി മാറ്റി. അപ്പോൾ കണ്ടക്ടറുമായിട്ടായിരിക്കും എപ്പോഴും ടച്ച് ആയിട്ടുണ്ടാവുക. പരമാവധി അത് പുറത്തുള്ള സർഫേസ് ഏരിയയുമായിട്ട്, പുറത്തുള്ള എയറുമായിട്ടുള്ള ഒരു സമ്പർക്കം കുറവായിട്ട് കിട്ടും. അപ്പോൾ ആ രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് കേട്ടോ. ഇപ്പം 1 മീറ്ററിന് പകരം ഞാൻ 100 മീറ്റർ എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റി.
1 മീറ്റർ വളരെ സിംഗിളായിട്ട് ഞാനിങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നേക്കഡ് ആയിരിക്കും. ഓക്കെ, സർഫേസുമായിട്ട് കൂടുതൽ ഇൻട്രാക്ഷൻ ഉണ്ടാവും. പക്ഷേ ഇവിടെയോ 100 ഇരട്ടി എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റി. സോ കമ്പയറിങ് ടു ദിസ് നമുക്ക് സർഫേസുമായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ അറ്റ്മോസ്ഫിയറുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വളരെ കുറവാണ്. സോ മിനിമൈസ് ഹീറ്റ് ലോസിന് വേണ്ടിയിട്ട് നമ്മൾ കോയിൽഡ് കോയിലാണ് യൂസ് ചെയ്യുന്നത്. അത് എയർ റിമൂവ് ചെയ്യുന്നതുമായിട്ട് അതിന് ബന്ധമില്ല. ബെറ്റർ ആയിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആൻസർ പറയുന്നത് പ്രിവെൻറ്റ് ഓക്സിഡേഷൻ മാത്രമാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ചൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും മിനിമൈസ് ഹീറ്റ് ലോസ് വരില്ലേ എന്ന്, പക്ഷേ നമുക്ക് ഇങ്ങനെയാണ് ആൻസർ ഉള്ളത് കേട്ടോ. അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് ആൻസർ PSC കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ടൊന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വൺ, ലൈറ്റ് എനർജി റേഡിയേറ്റഡ് പെർ സെക്കൻഡ് ഫ്രം എ ലൈറ്റ് സോഴ്സ് ഈസ് കോൾഡ്. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നതായിരിക്കും, പക്ഷേ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള സാധനങ്ങൾ വരുന്ന സമയത്ത് തെറ്റിക്കും. ഇല്യൂമിനേഷൻ, ലൂമിനസ് ഇൻറ്റൻസിറ്റി, ലൂമിനസ് ഫ്ലക്സ്. സോ നിങ്ങൾ നോക്കി, ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ലൈറ്റ് എനർജി റേഡിയേറ്റഡ് പെർ സെക്കൻഡ് അല്ലേ, ഇത് എനർജി റേഡിയേറ്റഡ് പെർ സെക്കൻഡ്. ഇതൊരു പവർ പോലത്തെ യൂണിറ്റ് അല്ലേ. ഇറ്റ് ഈസ് എ പവർ ലൈക്ക് യൂണിറ്റ്. ഇറ്റ് ഇസ് സോർട്ട് ഓഫ് പവർ യൂണിറ്റ് പറയും അല്ലേ. ഇറ്റ് ഈസ് എ സോർട്ട് ഓഫ് പവർ യൂണിറ്റ്. ഞാൻ ഈ വേർഡ് തന്നെ ക്ലാസ്സിൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇലുമിനേഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ ലൂമിനസ് ഫ്ലക്സിൻ്റെ ഡെഫിനിഷനാണിത്. ലൈറ്റ് എനർജി റേഡിയേറ്റഡ് പെർ സെക്കൻഡ് ഫ്രം എ ലൈറ്റ് സോഴ്സ്. എന്നിട്ട് ഞാൻ അതിൻ്റെ കൂടെ പറയും, നിങ്ങൾ കണ്ടോ എനർജി റേഡിയേറ്റഡ് പെർ സെക്കൻഡ്, ഇതൊരു പവർ പോലെ ഇല്ലേ, പവർ പോലെ ഉണ്ട്. അങ്ങനെ കണ്ടു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കാൻഡിൽ പവർ, ലൂമിനസ് ഇൻറ്റൻസിറ്റിയിലേക്ക് പോകരുത് എന്നും ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇറ്റ് ഈസ് എ പവർ ലൈക്ക് യൂണിറ്റ്, ഇറ്റ് ഈസ് എ സോർട്ട് ഓഫ് പവർ യൂണിറ്റ് എന്ന് മനസ്സിലാക്കുക. ആ പവർ യൂണിറ്റ് ഇല്ലുമിനേഷനിൽ ഏതാണ്? ലൂമിനസ് ഫ്ലക്സ് ആണ് അല്ലേ, ലൂമിനസ് ഫ്ലക്സ് ആണ്. അത്രയും കൂടി ഓർത്ത് വെക്കുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ. നെക്സ്റ്റ്, എ 60 watt lamp is given a luminous flux of 1500 lumen. Its efficiencies. വളരെ എളുപ്പമാണ്. ലൂമിനസ് എഫിഷ്യൻസിയാണ് ചോദിച്ചല്ലേ. അപ്പോൾ എന്താ, ലുമിന ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ വാട്ടേജ്. 0 കട്ടായി 160/150/6 25 അല്ലേ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. വളരെ സിമ്പിളായിട്ടുള്ള സാധനമാണ്. അഥവാ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കൂടി എന്ത് ചെയ്യാം, ഇതിൻ്റെ യൂണിറ്റ് നോക്കിയാൽ മതി അല്ലേ. കണ്ടോ, ലുമൻ പെർ വാട്ടർ തന്നിട്ടുള്ളത്, തന്ന ഒരു സാധനം ലുമനിൽ, മറ്റേത് വാട്ടിൽ, അപ്പം ഡിവൈഡ് ചെയ്താൽ പോരെ. അത്രയേ ഉള്ളൂ കാര്യം. ചെയ്യുന്ന സമയത്ത് വെറുതെ 0 ഒന്ന് മാറിപ്പോയിട്ട് 250ലേക്കും 2.5ലേക്കും പോകരുത് കേട്ടോ. അത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ദി നോ ലോഡ് കറണ്ട് ഓഫ് എ ട്രാൻസ്ഫോമർ ഇൻ ടേംസ് ഓഫ് ഫുൾ ലോഡ് കറണ്ട് ഈസ് യൂഷ്വലി. ഓക്കെ, ഒരു ട്രാൻസ്ഫോമറിൻ്റെ നോ ലോഡ് കറണ്ട് നമ്മൾ ഫുൾ ലോഡിൻ്റെ ടേംസിൽ പറയുകയാണെങ്കിൽ എത്രയാണ്? 1 to 3, 5 to 9, 9 to 12, 12 to 20% അല്ലേ. സോ നോ ലോഡ് കറണ്ട് എത്രയാണെന്നാണ് ചോദിച്ചത്. നമ്മൾ സാധാരണയായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പഴയ സാധാരണയായിട്ട് കേരള PSCയുടെ ആൻസറിലൊക്കെ 2 to 5% എന്നുള്ളൊരു ആൻസർ ഉണ്ടാവാറുണ്ട്. എന്നിട്ട് അതാണ് ആൻസറായിട്ട് കൊടുക്കാറ്. ഇവിടെ 1 to 3 ഉണ്ട്, 5 to 9 ഉണ്ട്. ഇത്രയൊന്നും എന്തായാലും ഇല്ല അല്ലേ, ഇതൊന്നും എന്തായാലും അല്ല. സോ ഈ 2 ഓപ്ഷനിലാണ് നിങ്ങൾക്ക് പിടിക്കാൻ വേണ്ടി പറ്റുന്ന വാല്യൂ. സോ 1 to 3 നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നോ ലോഡ് കറണ്ട് അത്ര കുറവല്ല. ബെസ്റ്റ് ആൻസർ ഇവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് 5 to 9 ആണ്. ഓക്കെ, സാധാരണ 2 to 5 എന്നുള്ളൊരു ആൻസറാണ് ഓപ്ഷനിൽ ഉണ്ടാവാറുള്ളത്. അത് തന്നെയാണ് ആൻസർ വരാറ്. ഇവിടെ നിങ്ങൾക്ക് 1 to 3 ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. 5 to 9 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, ദി പർപ്പസ് ഓഫ് ഓയിൽ ഇൻ ദി ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ ഓയിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യും, കൂളിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും അല്ലേ. യെസ്. അപ്പോൾ മനസ്സിലാക്കുക, ലൂബ്രിക്കേഷൻ ആണോ? ലൂബ്രിക്കേഷൻ അല്ല. ലൂബ്രിക്കേഷൻ നമ്മൾ ഇറ്റ് ഈസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് മൂവിങ് പാർട്ട് അല്ലേ. മൂവിങ് പാർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ലൂബ്രിക്കേഷൻ പറയുള്ളൂ. ഇപ്പം മോട്ടോറിൻ്റെ കേസിൽ നമുക്ക് എന്താ പറയാം, ലൂബ്രിക്കേഷൻ പറയാം. ഒരു എൻജിൻ, ഒരു വാഹനങ്ങളിലൊക്കെ നമ്മൾ എന്തിനാണ് ഓയിൽ യൂസ് ചെയ്യുന്നത്? ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് ഓയിൽ യൂസ് ചെയ്യും അല്ലേ. പക്ഷേ ട്രാൻസ്ഫോമറിൽ എന്താ, മൂവിങ് പാർട്ടില്ലല്ലോ. സോ ഇൻസുലേഷൻ ആണ്, ദെൻ കൂളിങ്ങും കൂടി അല്ലേ. ഓയിൽ കൂൾഡ് ആയിട്ടുള്ള ട്രാൻസ്ഫോമേഴ്സ്. യെസ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് വൺ, ബക്കോൾസ് റിലേ ഈസ് എ പ്രൊട്ടക്റ്റീവ് ഡിവൈസ് യൂസ്ഡ്. നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ സാധനമാണ്, കുറേ പ്രാവശ്യം ചോദിക്കാറുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ബക്കോൾസ് റിലേ നമ്മൾ യൂസ് ചെയ്യുക പവർ ട്രാൻസ്ഫോമേഴ്സിലാണ്. എബോവ് 500 kVAയിലൊക്കെയാണ് യൂസ് ചെയ്യുക. അതും ഓയിൽ ഇമേഴ്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓയിൽ കൂളിംഗ് ഉള്ള ട്രാൻസ്ഫോമേഴ്സിൽ മാത്രമേ ബക്കോൾസ് റിലേ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക.
ഇൻറ്റേർണൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ബക്കോൾസ് റിലേ യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഇത്തരം കാര്യങ്ങൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. മെയിൻ ടാങ്കിനും കൺസർവേറ്റർ ടാങ്കിനും ഇടയിലാണ് നമ്മൾ ബക്കോൾസ് റിലേ യൂസ് ചെയ്യുക അല്ലേ. മെയിൻ ടാങ്കും കൺസർവേറ്റർ ടാങ്കിനും ഇടയിലാണ് ബക്കോൾസ് റിലേ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ അല്ലേ. നെക്സ്റ്റ്, ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ ക്യാൻ ബി യൂസ്ഡ് ഓൺ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ബോത്ത് AC ആൻഡ് DC. ഓക്കെ, AC-യിലും DC-യിലും വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാധനമാണ് ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ. ഇങ്ങനെയും ചോദിക്കാറുണ്ട്, ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ കോമൺലി യൂസ്ഡ് ആസ്. ഓക്കെ, ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിന് നമ്മൾ സാധാരണയായിട്ട് ഏത് മീറ്റർ ആയിട്ടാണ് യൂസ് ചെയ്യുക? വോൾട്ട് മീറ്റർ കൊടുക്കും, അമ്മീറ്റർ കൊടുക്കും, വാട്ട് മീറ്റർ കൊടുക്കും, എനർജി മീറ്റർ കൊടുക്കും. യെസ്, ഓഫ് കോഴ്സ് വോൾട്ട് മീറ്റർ ആയിട്ട് യൂസ് ചെയ്യാം, അമ്മീറ്റർ ആയിട്ടും യൂസ് ചെയ്യാം. പക്ഷേ കോമൺലി യൂസ് ചെയ്യുന്നത് വാട്ട് മീറ്റർ ആയിട്ടാണ് കേട്ടോ. സോ ഓപ്ഷൻ C ആണ് അവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക. വാട്ട് മീറ്റർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. അതൊക്കെ ഓർത്തിരിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞോ? ഇല്ല, 10 ചോദ്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യാം. ദി സ്പെസിഫിക്കേഷൻ ഓഫ് സീലിംഗ് ഫാൻ ഈസ്. നമ്മൾ സീലിംഗ് ഫാന് അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തിലാണ് പറയുക? കറണ്ട്, വോൾട്ടേജ്, സ്വീപ്പ്, പവർ. ഓഫ് കോഴ്സ് പവർ റേറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, വോൾട്ടേജ് റേറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, കറണ്ടൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറയല്ലേ ഇപ്പം 60 വാട്ടാണ് അതിൻ്റെ പവർ എന്നൊക്കെ പറയും. പക്ഷേ നമ്മളൊരു സീലിംഗ് ഫാനിൻ്റെ സ്പെസിഫിക്കേഷൻ ഈസ് ഓൾവേസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് സ്വീപ്പിലാണ് കേട്ടോ. സ്വീപ്പ് എന്ന് പറയുന്നത് എന്താ? അതിൻ്റെ ഡയമീറ്റർ ആണ്. ആ സീലിംഗ് ഫാനിന് എത്രത്തോളം എയർ നമുക്ക് പുറത്തേക്ക് കിട്ടുന്നുണ്ട്, എയർ സ്വീപ്പ് വോളിയം എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, ആക്ച്വലി ഡയമീറ്ററിലാണ് നമ്മൾ ഈ പറയുന്ന സ്വീപ്പ് റെപ്രസെൻ്റ് ചെയ്യുക. ഇപ്പം ഇത്ര mm 400 mm. ഇപ്പം ചെറിയ ഫാനൊക്കെ ആണെങ്കിൽ, നിങ്ങളൊരു സീലിംഗ് ഫാനിന് പകരം ഒരു സ്റ്റാൻഡിങ് ഫാനൊക്കെ ആണെങ്കിലും എന്താണ് സ്വീപ്പ് ഡയമീറ്ററിലാണ് പറയുക. 900 mm ആ രീതിയിൽ സ്വീപ്പിലാണ് റെപ്രസെൻ്റ് ചെയ്യുക സീലിംഗ് ഫാൻ എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. ഇത് പല പ്രാവശ്യം ചോദിക്കാറുണ്ട്, കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ദി ഗ്യാസ് ഫിൽഡ് ഇൻ എ സോഡിയം വേപ്പർ ലാമ്പ്. സോഡിയം വേപ്പർ ലാമ്പിൽ ഫില്ല് ചെയ്തിട്ടുള്ള ഗ്യാസ് ഏതാണ്? വളരെ എളുപ്പമാണ്. സോഡിയം വേപ്പർ ലാമ്പിൽ നമ്മൾ പറഞ്ഞു സോഡിയം കൂടാതെ നിയോൺ കൂടി ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്തിനായിരിക്കും? യെസ്, ഇനീഷ്യൽ ടെമ്പറേച്ചറിൽ അതിന് അറ്റൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഹീറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ സോളിഡ് ആയിട്ടുള്ള സോഡിയം എന്ത് ചെയ്യപ്പെടില്ല? യെസ്, സോളിഡ് ആയിട്ടുള്ള ഈ ഒരു സോഡിയം അയണൈസ് ചെയ്യപ്പെട്ടിട്ട് സോഡിയം വേപ്പർ ലാമ്പായിട്ട് അതിന് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇനീഷ്യലി. സോ ഇനീഷ്യലി അവിടെ വർക്ക് ചെയ്യുന്നത് നിയോൺ ആണ്. നിയോൺ ഗ്യാസ് അയണൈസ് ചെയ്യും, എന്നിട്ട് നിയോൺ ലാമ്പായിട്ടത് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം ഒരു ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാലാണ് സോഡിയം വേപ്പർ ലാമ്പായിട്ടത് മാറുക. സോ ഇനീഷ്യലി അതൊരു സോഡിയം വേപ്പർ ലാമ്പ് നിയോൺ ലാമ്പായിട്ടാണ് ആക്ട് ചെയ്യുക അല്ലേ. അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പിങ്ക് കളർ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? യെസ്, സോ നിയോൺ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ കേട്ടോ. പക്ഷേ എന്തുകൊണ്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയിരുന്നു കേട്ടോ. ആൻസർ എന്താണ്? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പ്രകാരമൊക്കെ ആൻസർ ഓപ്ഷൻ A ആണ്. അതേപോലെ ഇതിൻ്റെ പ്രൊവിഷണൽ കീയിലും ആൻസർ നിയോൺ എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആരെങ്കിലും അതിനെ ചലഞ്ച് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പം സോഡിയം എന്നുള്ള ആൻസർ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കിലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ ടെക്സ്റ്റ് ബുക്ക് റെഫറൻസ് പറഞ്ഞിട്ടോ ചിലപ്പോൾ ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അതുകൂടി ഒന്ന് അറിഞ്ഞു വെക്കുക. പക്ഷേ നിങ്ങളിനി ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാലും എന്താണ് ചെയ്യേണ്ടത്? നിയോൺ തന്നെയാണ് ആൻസർ പിക്ക് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വൺ, വിച്ച് എലമെൻറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സെമി കണ്ടക്ടർ മെറ്റീരിയൽ? നിങ്ങൾ പഠിക്കേണ്ട സെമി കണ്ടക്ടർ മെറ്റീരിയൽ സിലിക്കണും ജർമേനിയും മാത്രമേ ഉള്ളൂ. സോ ബാക്കിയെല്ലാം അങ്ങ് കളഞ്ഞേക്കുക കേട്ടോ. ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ, കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇലക്ട്രോണിക്സ് നമ്മൾ കുറേ ഡിസ്കസ് ചെയ്യാണ്. എനിക്ക് തോന്നുന്നു ഒരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഈ പറയുന്ന സെമി കണ്ടക്ടറിനെ കുറിച്ചും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കണ്ടക്ടിവിറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മുമ്പ് കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. ഓക്കെ, ഇലക്ട്രോണിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ടൈറ്റിലൊക്കെ കൊടുത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു 10-12 വീഡിയോയിൽ ഉണ്ടാവും. അത് നോക്കുക കേട്ടോ. നെക്സ്റ്റ്, ദി മെയിൻ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എനി ഡയോഡ്. ഒരു ഡയോഡിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ? ഇറ്റ് ലെറ്റ് കറണ്ട് ഫ്ലോ ഇൻ ഓൺലി വൺ ഡയറക്ഷൻ. മോസ്റ്റ് കറണ്ട് ഫ്ലോ വെൻ ഇറ്റ് ഈസ് റിവേഴ്സ് ബയാസ്ഡ്. റിവേഴ്സ് ബയാസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡയോഡ് വർക്ക് ചെയ്യുമോ? ഇല്ല. അത് ഫോർവേഡ് ബയാസ് ചെയ്താൽ മാത്രമേ ഡയോഡ് വർക്ക് ചെയ്യുള്ളൂ, കറണ്ട് ഫ്ലോ ഉണ്ടാവുകയുള്ളൂ അല്ലേ. ഒരു നോർമൽ ഡയോഡിൻ്റെ കേസിൽ. സെനർ ഡയോഡ് റിവേഴ്സ് ബയാസിൻ്റെ കേസിലാണ് വർക്ക് ചെയ്യുക. അത് വേറെ. ഇറ്റ് ലെറ്റ് കറണ്ട് ഫ്ലോ ഫ്രം കാഥോഡ് ടു ആനോഡ്. അല്ല, ആനോഡ് ടു കാഥോഡാണ് കറണ്ട് ഫ്ലോ ഉണ്ടാവുക. ദെൻ നോ കറണ്ട് ഫ്ലോ വെൻ ഇറ്റ് ഈസ് ഫോർവേഡ് ബയാസ്ഡ്. അല്ല, കറണ്ട് ഫ്ലോ ഫോർവേഡ് ബയാസിൽ മാത്രമേ നടക്കുകയുള്ളൂ അല്ലേ. സോ ഓപ്ഷൻ A ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്ക് പൊളാരിറ്റി നിർബന്ധമാണ് ഒരു ഡയോഡിൻ്റെ കേസിൽ.
പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പൊളാരിറ്റി ഉണ്ട്, ആനോഡ് ആൻഡ് കാത്തോഡ്. ഇവിടെ പോസിറ്റീവ് കൊടുത്ത് ഇവിടെ നെഗറ്റീവ് കൊടുത്താൽ മാത്രമേ ഇത് ഫോർവേഡ് ബയാസ് ആവുകയുള്ളൂ, എന്നാൽ മാത്രമേ ഇത് കണ്ടക്ട് ചെയ്യുകയും ചെയ്യുള്ളൂ കേട്ടോ. സോ സിലിക്കൺ ഡയോഡ്, ജർമേനിയൻ ഡയോഡൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെയൊക്കെ കട്ട് ഇൻ വോൾട്ടേജ് ഉണ്ട്, അതൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നെക്സ്റ്റ്, NPN ട്രാൻസിസ്റ്റേഴ്സ് ആർ പ്രിഫേർഡ് ടു PNP ട്രാൻസിസ്റ്റർ ഫോർ. നമുക്കറിയാം ട്രാൻസിസ്റ്റേഴ്സ് NPN ഉണ്ട്, PNP ഉണ്ട്, രണ്ട് കോൺഫിഗറേഷനാണ് നമ്മൾ പറയുക അല്ലേ. അതിൽ NPN ആണ് നമ്മൾ മിക്കവാറും എല്ലാ കേസസിലും യൂസ് ചെയ്യുക. ഓക്കെ, NPN ആണ് യൂസ് ചെയ്യുക. അതെന്തുകൊണ്ടാണ്? യെസ്, ഒരു ട്രാൻസിസ്റ്റർ വരയ്ക്കുന്ന സമയത്ത്, അതിൻ്റെ ഒരു കോൺഫിഗറേഷൻ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ പറയും NPN എവേ എന്ന് പറയും അല്ലേ. അപ്പം NPN ഈ രീതിയിലായിരിക്കും നമ്മളതിൻ്റെ ഒരു ഇത് വരക്കുക. സോ ഒരു NPN ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ അവിടെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആരാണ്? ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസ് എങ്ങനെയാണ് പിടിക്കുക? നമ്മൾ നോക്കി, ഇവിടെ ഏറ്റവും കൂടുതൽ ആരാളുള്ള N ആണല്ലേ. സോ മെജോറിറ്റി ഇലക്ട്രോൺസ് ആണ്. ദെൻ PNPയിലാണെങ്കിൽ അവിടെ ഹോൾസ് ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ പിടിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് മൊബിലിറ്റി ഇവിടെ ഏറ്റവും കൂടുതൽ എവിടെയാണ്? NPN ട്രാൻസിസ്റ്റേഴ്സിലാണ് കൂടുതലുണ്ടാവുക. ബിക്കോസ് ഡ്യൂ ടു ദി അക്യുമുലേഷൻ ഓഫ് ഇലക്ട്രോൺസ് ഏറ്റവും കൂടുതലുള്ള എവിടെയാണ്? NPN ട്രാൻസിസ്റ്റേഴ്സിലാണ്. അതുകൊണ്ടാണ് നമ്മൾ NPN ട്രാൻസിസ്റ്റേഴ്സ് ഏറ്റവും കൂടുതലായിട്ട് കമ്പയറിംഗ് ടു PNP നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ കാരണം ഡ്യൂ ടു ദി ഹയർ മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് റാദർ ദാൻ ഹോൾസ്. ഇലക്ട്രോൺസിനാണ് മൊബിലിറ്റി കൂടുതൽ അല്ലേ ഹോൾസിനേക്കാളും, കാരണം അതിൻ്റെ സൈസ് കുറവാണ്. സോ ഈ മൊബിലിറ്റി എന്നുള്ള ഫാക്ടറാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ NPN ട്രാൻസിസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഈസി യൂസ് ഇൻ പോസിറ്റീവ് സപ്ലൈ റെയിൽ ഇതല്ല, മണ്ടത്തരാണ്. ഹയർ സ്വിച്ചിങ് സ്പീഡ്, കറക്റ്റ് കേട്ടോ, ഹയർ സ്വിച്ചിങ് സ്പീഡ്. സോ സ്വിച്ചിങ് സ്പീഡ് കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെയുള്ള ചാർജ് കാരിയേഴ്സിന് വളരെ എളുപ്പത്തിൽ പോസിറ്റീവ് ടു നെഗറ്റീവ് ആവുന്ന സമയത്ത് മാറാൻ വേണ്ടി പറ്റണം, അല്ലെങ്കിൽ സ്വിച്ച് ചെയ്യാൻ വേണ്ടി പറ്റണം. സോ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടർ എന്താ? അത് മൊബിലിറ്റിയാണ് കേട്ടോ, മൊബിലിറ്റിയാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ NPN ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഓക്കെ, മൊബിലിറ്റി ഈസ് ഹയർ, അതാണ് അതിൻ്റെ മെയിൻ പോയിന്റ്. അതുകൊണ്ട് തന്നെ സ്വിച്ചിങ് സ്പീഡ് ഹയർ ആയിരിക്കും കേട്ടോ. വൈഡ് റേഞ്ച് ഓഫ് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ അല്ല, ബോത്തും അല്ല കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ദി നമ്പർ ഓഫ് ഡിപ്ലീഷൻ ലെയർ ഇൻ എ ട്രാൻസിസ്റ്റർ ഈസ്. ട്രാൻസിസ്റ്റർ നമ്മൾ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക? ഒരു NPN വരച്ചോ, NPN. ഡിപ്ലീഷൻ ലെയർ എന്ന് പറയുമ്പോൾ ആ ഒരു ജംഗ്ഷനാണല്ലേ, ജംഗ്ഷനാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ എത്ര ജംഗ്ഷൻ ഉണ്ട്? 2 ജംഗ്ഷൻ അല്ലേ നമ്പർ ഓഫ് ഡിപ്ലീഷൻ ലെയർ ഇൻ എ ട്രാൻസിസ്റ്റർ എത്രയാണ്? 2 ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഡയോഡാണെങ്കിലോ ഒരു ഡിപ്ലീഷൻ ലെയർ ആണ് ഉണ്ടാവുക. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഡയോഡിൻ്റെ കേസിൽ വരിക. സോ നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാം. ദി മെറ്റീരിയൽ യൂസ്ഡ് ഇൻ എൻ ഓവൻ ആസ് ഹീറ്റിംഗ് എലമെൻറ്റ്. ഒരു മൈക്രോവേവ് ഓവനിലോ ഒരു ഓവനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഹീറ്റിംഗ് എലമെൻറ്റ് എന്താണ്? യുറേക്ക, കോപ്പർ, ബ്രാസ്, നിക്രോം. യുറേക്ക ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? യുറേക്ക ഒക്കെ യൂസ് ചെയ്യുന്നത് കോൺസ്റ്റൻ്റ് ആൻഡ് മാംഗനിനൊക്കെ നമ്മൾ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ആയിട്ടാണ് യൂസ് ചെയ്യുക അല്ലേ. നിക്രോമാണ് നമ്മൾ ഹീറ്റിംഗ് എലമെൻറ്റ്, നമ്മൾ പിടിക്കേണ്ട പോയിന്റ് ഹീറ്റിംഗ് എലമെൻറ്റ് എന്നുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഹീറ്റിംഗ് എലമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ആരാണ്? നിക്രോമാണ് അല്ലേ. ഇലക്ട്രിക് ഹീറ്റർ അതിലൊക്കെ യൂസ് ചെയ്യുന്നത് നിക്രോമാണ്. സോ ആ ഒരു ആൻസർ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ദി വിച്ച് മോട്ടോർ ഈസ് ജനറലി യൂസ്ഡ് ഫോർ ഡൊമസ്റ്റിക് വാഷിംഗ് മെഷീൻ. ഓക്കെ, ഡൊമസ്റ്റിക് വാഷിംഗ് മെഷീനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് മോട്ടറാണ്? സ്പ്ലിറ്റ് ഫേസ് മോട്ടർ, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ, എന്തായാലും അല്ല, കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടർ, റിലക്റ്റൻസ് മോട്ടർ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ഫേസ് മോട്ടോറും നമ്മൾ വാഷിംഗ് മെഷീനിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. യെസ്, റെസിസ്റ്റൻസ് സ്പ്ലിറ്റ് മോട്ടർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടറും യൂസ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ നിമി ടെക്സ്റ്റ് ബുക്ക് പ്രകാരമാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്താ വരിക? രണ്ടും വരും. ഓക്കെ, സ്പ്ലിറ്റ് ഫേസ് മോട്ടറും നിങ്ങളെ നിമി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അതേപോലെ കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടറും നിങ്ങളുടെ നിമി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടറാണ് കേട്ടോ. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം. അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ കീയിൽ നിങ്ങൾക്ക് എപ്പോഴും ആൻസറായിട്ട് വരിക ഓപ്ഷൻ സി തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ സ്പ്ലിറ്റ് ഫേസും ഉണ്ടല്ലോ വാഷിംഗ് മെഷീനിൽ എന്ന് വിചാരിച്ചിട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ അത് ആൻസർ റോങ് ആയിട്ടാണ് തരിക. സോ 2 ഓപ്ഷനും വരികയാണെങ്കിൽ കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടോർ തന്നെയാണ് പിക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഓപ്ഷൻ സി തന്നെയാണ് പിക്ക് ചെയ്യേണ്ടത്. ടെക്സ്റ്റ് ബുക്കിൽ സ്പ്ലിറ്റ് ഫേസ് റെസിസ്റ്റൻസ് സ്പ്ലിറ്റ് മോട്ടോർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ആപ്ലിക്കേഷൻസിൻ്റെ അകത്ത് ഡൊമസ്റ്റിക് വാഷിംഗ് മെഷീൻ എന്ന് നിങ്ങളുടെ നിമി ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ദെൻ കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടോറിൻ്റെ കേസിൽ
അവിടെയും നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ കേസിൽ ഡൊമസ്റ്റിക് വാഷിംഗ് മെഷീൻ എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഓപ്ഷൻ സി കപ്പാസിറ്റർ സ്റ്റാർട്ടർ മോട്ടോർ തന്നെയാണ് ആൻസർ വരിക. നിങ്ങൾ അത് തന്നെയാണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? നെക്സ്റ്റ് വൺ, എൻ ഓം മീറ്റർ ഈസ് യൂസ്ഡ് ഫോർ മെഷറിങ്. ഓം എന്താ? ഓം റെസിസ്റ്റൻസ് അല്ലേ? അപ്പം റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ് ഓം മീറ്റർ യൂസ് ചെയ്യുക. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാ യൂസ് ചെയ്യുക? മെഗർ ആണല്ലേ, മെഗാ ഓം മീറ്റർ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ല, കറണ്ടും അല്ല. നെക്സ്റ്റ്, ഇത് റൊട്ടേറ്റിംഗ് സ്പീഡ് ഓഫ് ദി മാഗ്നെറ്റോ ടൈപ്പ് മെഗർ ഈസ്. മാഗ്നെറ്റോ ടൈപ്പ് മെഗറിൻ്റെ കേസിൽ റൊട്ടേറ്റിംഗ് സ്പീഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു മെഗർ എന്ന് പറയുന്നത് എന്താ? മെഗാ ഓം മീറ്റർ ആണ് മെഗർ. മെഗാ ഓം റേഞ്ചിലുള്ള ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഒക്കെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് മെഗർ അല്ലേ. സോ അത് ഒന്നുകിൽ അത് ബാറ്ററി ഓപ്പറേറ്റഡ് ആയിരിക്കും, പുതിയ സാധനങ്ങളൊക്കെ ബാറ്ററി ഓപ്പറേറ്റഡ് ആണ് കേട്ടോ, അല്ലെങ്കിൽ അതിനകത്തൊരു പെർമനൻറ്റ് മാഗ്നറ്റ് DC ജനറേറ്റർ അതിനകത്ത് ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും? ഒരു ഹാൻഡ് ഹെൽഡ് ഷാഫ്റ്റ് കൊണ്ട് ഒരു എന്താ പറയുക, കൈ കൊണ്ട് തിരിച്ചിട്ടാണ് നമ്മളത് ചാർജ് ചെയ്യുക കേട്ടോ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ റൊട്ടേറ്റിംഗ് സ്പീഡ് എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. അത് 160 RPM ആണ് കേട്ടോ. 160 RPM-ലാണ് നമ്മളത് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. സോ 50 to 100 വോൾട്ടൊക്കെ ആയിരിക്കും അതിൻ്റെ വോൾട്ടേജ് വരുന്നുണ്ടാവുക, ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ഉണ്ടാവുക. ഇത് 1-2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 160 RPM ആണ് അതിൻ്റെ റൊട്ടേറ്റിംഗ് സ്പീഡ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? യെസ്. സോ എല്ലാവർക്കും നന്ദി. നമ്മളങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കുറച്ചൊരു ലെങ്തിയാണ്, 30ഓളം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ തന്ന എല്ലാവിധ സപ്പോർട്ടിനും നന്ദി അറിയിക്കുകയാണ്. നന്നായിട്ട് പഠിക്കുക. ഓരോ മിനിറ്റും വളരെ വാല്യുബിളാണ്. സോ പ്രിപ്പയർ ചെയ്യുന്നവർ എന്തുകൊണ്ടും എന്ത് ചെയ്യുക, ഇനിയുള്ള ദിവസങ്ങളിൽ പരമാവധി എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ അത്രത്തോളം സ്പെൻഡ് ചെയ്യുക. ട്രേഡ്സ്മാൻ എന്നുള്ളൊരു പോസ്റ്റ് മാത്രമേ നിങ്ങളുടെ മൈൻഡിൽ ഇനി ഉണ്ടാവാൻ വേണ്ടി പാടുള്ളൂ. അതിന് വേണ്ടിയിട്ട് എത്രത്തോളം നിങ്ങൾക്ക് എഫേർട്ട് ഇടാൻ വേണ്ടി പറ്റുമോ, ഉറക്കം കുറച്ചിട്ടോ അല്ലെങ്കിൽ ലീവ് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണെങ്കിൽ, ഇപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പറ്റുമെങ്കിൽ ലീവൊക്കെ എടുത്ത് പഠിക്കാൻ വേണ്ടി നോക്കുക. നല്ലൊരു പോസ്റ്റാണ്. ഇനി ചിലപ്പം ഇത്തരത്തിലൊരു പോസ്റ്റ് ചിലപ്പം കിട്ടിയെന്ന് വരില്ല, ഒരു വേക്കൻസികൾ വന്നു വരില്ല. ഇപ്പം നിലവിൽ നല്ല വേക്കൻസികളൊക്കെ ഉള്ളൊരു സാധനമാണ്. സോ പ്രിപ്പയർ ചെയ്യുന്നവർ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. താങ്ക് യു.